ഹലോ ഗേയ്സ്, ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ക്രാഫ്റ്റ് ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് ഗെയിമുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പുതിയൊരു ഗെയിമും കൂടിയും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. കുക്കി റൺ ഇന്ത്യ എന്നുള്ള പുതിയൊരു ഗെയിമാണ് ക്രാഫ്റ്റ് ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മാസം 11-ാം തീയതി തന്നെ നമുക്ക് ഈ ഒരു ഗെയിം ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത പുതിയ ഗെയിമാണ് ഇൻഡസ് ബാറ്റിൽ റോയൽ. ഇൻഡസ് ബാറ്റിൽ റോയലിന്റെ ഇൻഡസ് ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ ഹോം ഗ്രൗണ്ട് 15 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ഫോർ ആളായിരുന്നു. ഫുള്ളി അണ്ടർഡോഗ് പ്ലേയേഴ്സുകളാണ് ഇതിലുള്ളത്. കാരണം പുതിയ ഗെയിമാണ്, അപ്പൊ പുതിയ പ്ലേയേഴ്സ് ആണ് എല്ലാതും ഉള്ളത്. റോഗ് ഇ സ്പോർട്സ് എന്ന് പറഞ്ഞ ടീമാണ് ഇതിന്റെ ചാമ്പ്യന്മാരായത്. 159 പോയിന്റ് ആയിട്ട്. ഒപ്പം 6 ലക്ഷം രൂപയാണ് ഈ ഒരു പ്ലേയേഴ്സ് സ്വന്തമായി. നിങ്ങൾ നോക്കുക, പുതിയ പ്ലേയേഴ്സ് ആണ്, പുതിയതായിട്ട് ഈ സ്പോർട്സിലേക്ക് എൻ്റർ ചെയ്ത പ്ലേയേഴ്സ് ആയിരിക്കും. അവരാണ് ഒറ്റയടിക്ക് 6 ലക്ഷം രൂപ നിന്നും സ്വന്തമാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത്, നിങ്ങൾ ഇൻഡസ് ട്രൈ ചെയ്യുന്നെങ്കിൽ, ഈ സ്പോർട്സ് ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ് ബാറ്റിൽ റോയൽ ഗെയിം ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനിയും ഒരുപാട് ഇവന്റുകൾ ഇതിൽ വരുന്നുണ്ട്. ഫെബ്രുവരിയിൽ 2 കോടിയുടെ ഒരു ലാൻ ഇവന്റും വരാനിരിക്കുന്നുണ്ട്. അപ്പൊ മേ ബി നിങ്ങൾക്കും ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടായേക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് സെക്കൻഡ് എത്തിയത് DGE ആണ്. 157 പോയിന്റ് ആയിട്ട്. വെറും 2 പോയിന്റിന്റെ ഡിഫറൻസിൽ മാത്രമാണ് ആ ഒരു ചാമ്പ്യൻ പട്ടം അവർക്ക് നഷ്ടമായത്. 3 ലക്ഷം രൂപ അവരും സ്വന്തമാക്കിയ. തേർഡ് മോഗേഴ്സ് എത്തി 154 പോയിന്റ് ആയിട്ട്. 1.5 ലക്ഷം രൂപ അവരും സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇൻഡസ് ബാറ്റിൽ റോയൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ സ്കൗട്ടിന്റെ ടീമിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ സ്കൗട്ടിന്റെ ആ ഒരു പുതിയൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. വൈൽഡ് ഫാങ്സ് അവരുടെ BGMA ലൈനപ്പിനെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സ്കൗട്ട്, സെൻസെ, സാഫ്, ട്രേസ് ഗോഡ്, അനുജിത് എന്ന് പറഞ്ഞുള്ള 5 പ്ലേയേഴ്സിനെയാണ് ഈ ഒരു വൈൽഡ് ഫാങ്സ് എന്ന് പറഞ്ഞ ടീം സ്കൗട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള. ഈ ഒരു ടീം എത്രത്തോളം ഡോമിനേഷൻ കാഴ്ചവെക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇന്നാണ് റെഡ് ബുൾ എമിയുടെ ഒരു ലാൻ ഇവന്റ് നടക്കാനിരിക്കുന്നത്. അതിന്റെ ട്രോഫി റിവീലിംഗ് ഒക്കെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ ആ ഒരു ലാനിൽ കപ്പ് അടിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയാം. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ PMGC ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ നമുക്ക് PUBG മൊബൈലിന്റെ ആ ഒരു ഗ്ലോബൽ റോഡ് മാപ്പ് അനൗൺസ്മെന്റും കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. 3 ഗ്ലോബൽ ഇവന്റുകളാണ് PUBG മൊബൈൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ PUBG മൊബൈൽ ഗ്ലോബൽ ഓപ്പൺ മാർച്ച് ഏപ്രിൽ മാസങ്ങളായിരിക്കും ഈ ഒരു ഇവന്റ് നടക്കാൻ പോകുന്നത്. ഉസ്ബാക്കിസ്ഥാനിൽ ലാൻ ഇവന്റ് ആയിട്ടായിരിക്കും ഇതിന്റെ ഫൈനൽസ് നടക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മളെ ഇ സ്പോർട്സ് വേൾഡ് കപ്പിൽ നടക്കാനിരിക്കുന്ന PUBG മൊബൈൽ വേൾഡ് കപ്പ് ജൂലൈയിൽ ഈ സ്പോർട്സ് വേൾഡ് കപ്പിൽ നടക്കുന്നതായിരിക്കും. കഴിഞ്ഞ തവണ ആൽഫ 7 ആയിരുന്നു അതിന് ചാമ്പ്യന്മാരായത്. ഇത്തവണ ആര് കപ്പടിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇന്ത്യക്ക് അതിൽ സ്ലോട്ട് കിട്ടുമോ ഇല്ലേ എന്ന് നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ആൻഡ് ഫൈനലി PUBG മൊബൈൽ ഗ്ലോബൽ ചാമ്പ്യൻഷിപ്പ് 2025 തായ്ലാൻഡിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ PUBG മൊബൈലിന്റെ റോഡ് മാപ്പ് അനൗൺസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇനിയുള്ളത് നമ്മുടെ BGMAയുടെ റോഡ് മാപ്പാണ്. പറഞ്ഞോടത്തോളം ഈ ഒരു ഡിസംബർ മിഡോട് കൂടിയിട്ട് നമുക്ക് BGMAയുടെ റോഡ് മാപ്പ് അനൗൺസ്മെന്റും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കറിയാം എത്ര ഒഫീഷ്യൽ ഇവന്റുകൾ ഉണ്ട്, അതിൽ ഇന്റർനാഷണൽ സ്ലോട്ട് ഇന്ത്യക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ആ റോഡ് മാപ്പ് അനൗൺസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആൻഡ് PMGCയുടെ ഗ്രാൻഡ് ഫൈനൽസിന്റെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വേറെ ലെവൽ കംബാക്കുകളാണ് നമുക്ക് ഓരോ ടീമിന്റെ ഭാഗത്തു നിന്നും കാണാനായിട്ട് സാധിച്ചത്. അതിൽ എടുത്തു പറയേണ്ടത് RCBയുടെ കംബാക്ക് തന്നെയാണ്. 10ാം സ്ഥാനത്ത് നിന്നുമാണ് ആ ഒരു H1 പൊസിഷനിലേക്ക് RCB എത്തിയിട്ടുള്ളത്. ഇന്നലെ 2 ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 62 പോയിന്റ് ആണ് 6 മാച്ചുകളിൽ അവർ സ്വന്തമാക്കിയത്. അങ്ങനെ 98 പോയിന്റുമായിട്ട് ആ ഒരു H1 പൊസിഷനിൽ RCB എത്തിയിട്ടുണ്ട്. സെക്കൻഡ് D+K എത്തിയിരിക്കുകയാണ്. 4ാം സ്ഥാനത്ത് നിന്നാണ് 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നലെ 49 പോയിന്റ് അവർ സ്വന്തമാക്കിയാണ്. ടോട്ടൽ 92 പോയിന്റ് ആയിട്ട് അവർ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ആൻഡ് DRX 8ാം സ്ഥാനത്ത് നിന്നും 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ 54 പോയിന്റ് സ്വന്തമാക്കി. അങ്ങനെ 86 പോയിന്റുമായിട്ട് DRX 3ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. വേറെ ലെവൽ കംബാക്കാണ് ഇന്നലെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇന്ന് ഇനി ഈ ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് ടീം കാഴ്ചവെക്കുകയാണെങ്കിൽ ഈ ഒരു ടീമിൽ ഏതെങ്കിലും ടീമുകൾക്ക് ആ ഒരു ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. PMGCയുടെ ലാസ്റ്റ് ഡേ ഇന്നാണ്. പുതിയ ഗ്ലോബൽ ചാമ്പ്യനെ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മാച്ചുകൾ ഇന്നത്തെ മിസ് ചെയ്യാതിരിക്കുക. വൈകുന്നേരം PUBG മൊബൈൽ ഇ സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ നമുക്ക് മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗെയിമിംഗ് അവാർഡ് 2024 ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൾഡ് ലൈക്കിനും SA2ലും ഒരുപാട് അവാർഡുകളാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അതിൽ ചില അവാർഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്പോർട്സ് ഓർഗനൈസേഷൻ ഓഫ് ദ ഇയർ അവാർഡ് ഗോൾഡ് ലൈക്കും SA2ലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാൻ ഫേവറേറ്റ് റേസിംഗ് സ്റ്റാർ ആയിട്ട് ബാച്ചുവിനെ, നമ്മളെ ഗോൾഡ് ലൈക്കിലെ ലേഡി ക്രിയേറ്ററും അതേപോലെ മെയിലിൽ താഹിർ ഗോഡലിലെ ക്രിയേറ്ററിനെ, എൻ്റെ എപ്പിക് സ്ട്രീമർ ആയിട്ട് ഗോഡലിലെ ക്രിയേറ്റർ ആയാലും മിസോ കൊണ്ടുപോയി. അതേപോലെ തന്നെ എപ്പിക് ഗെയിമറായിട്ട് SA2ലെ കാശ്വി ഫീമെയിലും എപ്പിക് ഗെയിമർ മെയിൽ മോട്ടലും കൊണ്ടുപോയി. സ്ട്രീമർ ഓഫ് ദി ഇയർ പായലും അതേപോലെ തന്നെ സ്റ്റൈലിഷ് ഗെയിമർ ഫീമെയിൽ സാക്ഷിയും മെയിൽ ജോക്കറും കൊണ്ടുപോയി. എപ്പിക് സ്ട്രീമറായിട്ട് റെഗൽട്ടോസും വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇ സ്പോർട്സ് കാസ്റ്ററായിട്ട്
ആംഗി ബോട്ടും സ്പീറോയും വിൻ ചെയ്തു. ആൻഡ് ഗെയിമിംഗ് സെൻസേഷൻ ആയിട്ട് സ്കൗട്ടും വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അവാർഡുകളാണ് ഗോളിലേക്കും മെസ്സേറ്റിലും കൂടി കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു അവാർഡിൽ കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് നമ്മളെ മലയാളീസിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈഗിള്, അതേപോലെ തൊപ്പി, ബ്രൈറ്റ് ഫോക്സ് ഒക്കെ ഇതിൽ അവാർഡുകൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ നമുക്ക് ഒരു മലയാളികളും ഇതിൽ അവാർഡ് വിൻ ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ, നിങ്ങൾ എപ്പോഴും കമന്റ് രേഖപ്പെടുത്താൻ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.